നിയമസഭാ സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. നേറ്റിവിറ്റി കാർഡ് ബില്ലും അബ്കാരി നിയമ ഭേദഗതി ബില്ലും ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. അതേസമയം ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ ആയുധമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, ഒരിടവേളയ്ക്ക് ശേഷം നിയമസഭാ സമ്മേളനം ഇന്ന് പുനരാരംഭിക്കുകയാണ്. പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയായിരിക്കില്ലേ പ്രതിപക്ഷത്തിന്റെ നീക്കം? സ്വർണ്ണപ്പാളി വിവാദത്തിലെ പ്രതിഷേധം വീണ്ടും ശക്തമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നിയമസഭ വീണ്ടും ചേരുന്നത്. നിയമസഭയിൽ ഇന്ന് പ്രധാനമായും എത്തുന്ന രണ്ട് ബില്ലുകളാണ്. ഒന്ന് നേറ്റിവിറ്റി കാർഡും, രണ്ട് അബ്കാരി ഭേദഗതി ബില്ലും. ഈ രണ്ട് ബില്ലുകളും ചർച്ചയ്ക്കിടും എന്നാണ് നേരത്തെ തന്നെ ഭരണപക്ഷം അല്ലെങ്കിൽ സർക്കാർ പറഞ്ഞിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ രണ്ട് ബില്ലുകളും നിയമസഭയിൽ എത്തുക. അതേസമയം സ്വർണ്ണപ്പാളി വിവാദത്തിൽ പ്രതിപക്ഷം അവരുടെ പ്രതിഷേധം കടുപ്പിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതുപോലെ തന്നെയുള്ള പ്രതിഷേധം ശക്തമായി നിയമസഭയിൽ ഇന്നും തുടരും. അതേസമയം സഭാകക്ഷി നേതാക്കൾ ആരും തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല പ്രതിപക്ഷ ഭാഗത്ത് നിന്നും. കാരണം നിലവിൽ പ്രതിപക്ഷ നേതാവിന്റെ പുതിയുഗ ജാഥ നടക്കുന്നത് കൊണ്ട് അതിന്റെ പ്രയാണം ഇന്ന് ഇടുക്കിയിലാണ്. അതുപോലെ തന്നെ മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഡൽഹിയിലുമാണ്. ഈ രണ്ട് നേതാക്കന്മാരുടെയും അസാന്നിധ്യത്തിലായിരിക്കും നിയമസഭ ഈ സമ്മേളനത്തിൽ പ്രതിപക്ഷം എത്തുക. എങ്കിൽ തന്നെയും കൃത്യമായും ഈ സ്വർണ്ണപ്പാളി വിവാദത്തിൽ അവരുടെ പ്രതിഷേധം ശക്തമാക്കും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും അവർ ഈ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ നേറ്റിവിറ്റി കാർഡാണ് ഭരണപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനമായ ഒരു ആവശ്യം. ആ കാർഡുമായി ബന്ധപ്പെട്ട ഇതുവരെയായും ഒരു വ്യക്തത വരാത്ത സാഹചര്യത്തിൽ കൂടിയാണ് നിയമസഭയിലേക്ക് ഈ ബില്ല് എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ സാഹചര്യം. കാരണം നേറ്റിവിറ്റി കാർഡ് സംബന്ധിച്ച് മറ്റു സംസ്ഥാനങ്ങളിലും തന്നെ ഇത്തരത്തിലൊരു കാർഡ് പ്രായോഗികമാക്കിയിട്ടില്ല. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ ഇത്തരത്തിലൊരു കാർഡ് കൊണ്ടുവരുമ്പോഴേക്കും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ നീക്കങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഫെഡറൽ സംവിധാനത്തെ ഇത് ബാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതൊരു വലിയ ചർച്ചയാക്കി മാറ്റാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ചർച്ച നടത്തി ഇത് ബില്ല് പാസ്സാക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നതും ഭരണപക്ഷം തീരുമാനിച്ചിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഈ ബില്ല് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ ചർച്ച നടത്തും. അതിന് തൊട്ടു പിന്നാലെ ആണ് ഈ അബ്കാരി ഭേദഗതി ബില്ല് വന്നിരിക്കുന്നത്. പക്ഷെ ആ പുതിയ അബ്കാരി നയത്തിനെതിരെ കടുത്ത വിയോജിപ്പാണ് പ്രതിപക്ഷത്തിന് ഉള്ളത്. പ്രത്യേകിച്ചും ഈ ബാറുകളുടെ സമയപരിധി അല്ലെങ്കിൽ ദീർഘിപ്പിച്ചതാണ് ഏറ്റവും വലിയ വിഷയമായി ഇപ്പോൾ കാണുന്നത്. കാരണം ക്രിസ്തീയ സംഘടനകൾ ഉൾപ്പെടെ തന്നെ ഈ സമയപരിധി ദീർഘിപ്പിച്ചതിനെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നു. ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ബാറുകളുടെ സമയം ദീർഘിപ്പിച്ചതിനെതിരെ ശക്തമായ പ്രതിഷേധം സഭയ്ക്കുള്ളിൽ ഉയർത്താൻ തന്നെയായിരിക്കും പ്രതിപക്ഷത്തിന്റെ നീക്കവും. അപ്പോൾ ഇന്ന് ഒരു പക്ഷേ പ്രതിഷേധങ്ങളുടെ ദിനമായി തന്നെ മാറാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കാരണം സ്വർണ്ണപ്പാളി വിവാദത്തിലും ഒപ്പം തന്നെ ബാറുകളുടെ സമയം ദീർഘിപ്പിക്കുന്നതിലുമായിരിക്കും പ്രതിപക്ഷം നിയമസഭയിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർത്തുക. അതേസമയം ഈ ജാഥകൾ നടക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ ഈ പ്രതിപക്ഷ നേതാവിന്റെ അസാന്നിധ്യം സഭയിലുണ്ടാകും. പകരം മറ്റ് നിയമസഭാ സാമാജികർ തന്നെ ഈ സമര നേതൃത്വം ഏറ്റെടുത്ത് കൊണ്ട് തന്നെ സഭയിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ വ്യക്തമാകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അബ്കാരി നിയമവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ഏത് വിഷയത്തിലാണ് അടിയന്തര പ്രമേയം എന്ന കാര്യത്തിൽ ഈ അല്പസമയത്തിൽ നിന്ന് തീരുമാനമുണ്ടാകും. അതും നമുക്ക് വ്യക്തമായി ലഭിക്കും. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇന്നത്തെ നിയമസഭാ സമ്മേളനം വലിയ തരത്തിൽ ഒരു പ്രതിഷേധത്തിൽ എത്തിച്ചേരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ശരി, വ്യക്തമാണ് ബിനോയ്. തുടരുക, മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി ലഭിക്കേണ്ടതുണ്ട്. ഇടതുമുന്നണി യോഗം ഇന്ന് ചേരും. സ്ഥാനാർത്ഥി നിർണയത്തിന് മുന്നോടിയായുള്ള ഉഭയകക്ഷി ചർച്ചയ്ക്ക് ഇന്ന് തുടക്കം കുറിക്കാനാണ് സാധ്യത. പ്രകടന പത്രിക തയ്യാറാക്കുന്ന ഉപസമിതിയും ഇന്ന് തീരുമാനിക്കും. കേരള കോൺഗ്രസ് മാണി വിഭാഗം ഒരു സീറ്റ് കൂടി അധികം ചോദിക്കാനാണ് സാധ്യത. കഴിഞ്ഞ പ്രാവശ്യം 12 സീറ്റുകളിലാണ് മത്സരിച്ചത്. കഴിഞ്ഞ ആഴ്ച സമാപിച്ച മേഖലാ ജാഥകളുടെ വിലയിരുത്തലും ഇടതുമുന്നണി യോഗത്തിലുണ്ടാകും. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, എന്തായാലും ഇടതുമുന്നണി യോഗം ഇന്ന് ചേരാനിരിക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച
ചർച്ചയാകുമെന്നാണ് കരുതുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായുള്ള ചർച്ചകൾ ഇന്നത്തെ ഇടതുമുന്നണി യോഗത്തിൽ തുടങ്ങിവെക്കും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം ഇനി ഉള്ള ദിവസങ്ങൾ സ്ഥാനാർത്ഥി നിർണയം, പ്രചരണ പരിപാടികൾ, ഒപ്പം തന്നെ പ്രകടന പത്രിക തയ്യാറാക്കൽ, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നീക്കിവെക്കാനാണ് ഇടതുമുന്നണിയുടെ തീരുമാനം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ചേർന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും ഈ തീരുമാനം തന്നെ എടുത്തിരിക്കുന്നത്. ഒപ്പം CPIയും ഇതേ തീരുമാനത്തിൽ തന്നെയാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് സീറ്റുകൾ വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള ഉഭയകക്ഷി ചർച്ചയിലേക്ക് കടക്കും എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. കാരണം ചില സീറ്റുകൾ പരസ്പരം കൈമാറുന്നതിനെ കുറിച്ച് CPMഉം CPIയും ഒപ്പം തന്നെ കേരള കോൺഗ്രസ് എമ്മും ചർച്ചകൾ നടത്തേണ്ട സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം കേരള കോൺഗ്രസ് CM 12 സീറ്റുകളിലാണ് മത്സരിച്ചത്. 13 സീറ്റുകളിൽ അവർക്ക് നൽകാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അവസാനം ഒരു സീറ്റ് CPIഎമ്മിന് വിട്ടു നൽകുകയായിരുന്നു. ആ സാഹചര്യത്തിൽ ഇത്തവണ 13 സീറ്റുകൾ വേണം എന്നൊരാവശ്യം കേരള കോൺഗ്രസ് CM മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള ചർച്ചകൾ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും മധ്യ കേരളത്തിൽ മത്സരിക്കുന്ന പ്രധാനപ്പെട്ട കക്ഷിയായ കേരള കോൺഗ്രസ് എമ്മിനെ പിണക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോഴത്തെ നീക്കം. അതിന്റെ ഭാഗമായി വലിയ തരത്തിൽ ഉള്ള വാദപ്രതിവാദങ്ങൾക്ക് സാധ്യത ഉണ്ടാവില്ല. കേരള കോൺഗ്രസ് എമ്മിന്റെ ആവശ്യങ്ങൾ ഒരു പക്ഷേ അതേപടി തന്നെ ഇടതുമുന്നണി യോഗത്തിൽ അംഗീകരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കാരണം കഴിഞ്ഞ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വലിയ തരത്തിലുള്ള പരാജയം മധ്യ കേരളത്തിൽ ഉണ്ടായി. പ്രത്യേകിച്ചും കോട്ടയം, ഇടുക്കി ജില്ലകളിൽ കേരള കോൺഗ്രസ് മത്സരിച്ച സീറ്റുകളിലൊക്കെ തന്നെ പരാജയം സംഭവിച്ചെങ്കിൽ തന്നെയും അത് നിയമസഭയാവുമ്പോഴേക്കും മാറപ്പെടും എന്നുള്ള പ്രതീക്ഷയാണ് CPIഎമ്മിനുള്ളത്. പ്രാദേശിക രാഷ്ട്രീയമാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ നിഴലിച്ച് കാണുന്നതെങ്കിൽ അത് നിയമസഭയിലേക്ക് എത്തുമ്പോൾ വികസന രാഷ്ട്രീയത്തിലേക്ക് എത്തപ്പെടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മധ്യ കേരളത്തിൽ വലിയ തരത്തിലുള്ള വിജയം കൊയ്യുവാൻ കേരള കോൺഗ്രസ് എമ്മിന് കഴിയും എന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും CPIഎമ്മിനും CPIക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് എമ്മിനെ പിണക്കാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. പ്രത്യേകിച്ചും സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പ് തന്നെ കേരള കോൺഗ്രസ് എമ്മിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ കേരള കോൺഗ്രസ് എം ചെയർമാനായ ജോസ് കെ മാണിയുടെ പേര് നിർദ്ദേശിച്ചത് വലിയ തരത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. പ്രത്യേകിച്ചും ഇവർ തങ്ങളിലുള്ള ആഭ്യന്തരമായ ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ പേര് നിർദ്ദേശിച്ചത് എന്നൊക്കെ തന്നെ പാർട്ടിക്കകത്ത് തന്നെ വലിയ തരത്തിൽ ചർച്ചകളായി ഉയർന്നു വന്നിരുന്നു. ആ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ പാർട്ടി ചർച്ച ചെയ്യട്ടെ എന്ന നിലപാടാണ് CPIഎമ്മും CPIയും സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് എം ആവശ്യപ്പെടുന്ന സീറ്റുകൾ പരമാവധി നൽകാൻ തന്നെയായിരിക്കും ഇടതുമുന്നണി യോഗത്തിലെ തീരുമാനം. അതേസമയം CPI ആകട്ടെ വലിയ കടുത്ത നിലപാടിലേക്ക് നീങ്ങുകയാണ്. 3 പ്രാവശ്യം മത്സരിച്ച് വിജയിച്ച പാർട്ടി നേതാക്കന്മാരെ ഒഴിവാക്കിക്കൊണ്ടായിരിക്കും ഇത്തവണ മത്സരത്തിലേക്ക് CPI കടക്കുക. ഒപ്പം കൂടുതൽ പുതുമുഖങ്ങളെ കണ്ടെത്തും. AIYFന്റെ നേതാക്കന്മാർ, AISF നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർക്ക് സീറ്റ് നൽകുന്നതിനെ കുറിച്ചാണ് പാർട്ടി ആലോചിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കഴിഞ്ഞ ദിവസത്തെ സംസ്ഥാന സമിതി യോഗത്തിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം മന്ത്രിമാരെല്ലാം തന്നെ, അതായത് CPIയുടെ എല്ലാ മന്ത്രിമാരും മത്സരരംഗത്തുണ്ടാകും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ജനതാദൾ എസ് 4 സീറ്റുകളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ 4 സീറ്റുകളും അവർക്ക് നൽകും. ഇത് കൂടാതെ മത്സരിക്കുന്ന കോൺഗ്രസ് എസ്, അതുപോലെ തന്നെ രാഷ്ട്രീയ ജനതാദൾ, RSPയുടെ ബോൾഷെവിക് വിഭാഗം, ഇവരൊക്കെ മത്സരിച്ച സീറ്റുകൾ അതർ സീറ്റുകൾ തന്നെ നൽകാൻ ഇടതുമുന്നണി യോഗത്തിൽ തീരുമാനം ഉണ്ടാകും. നിലവിൽ ഇടതുമുന്നണിയിൽ സീറ്റ് സംബന്ധിച്ച ഒരു തർക്കങ്ങളും ഇല്ലാത്ത സാഹചര്യത്തിൽ വളരെ വേഗത്തിൽ തന്നെ സീറ്റ് നിർണയ ചർച്ചകൾ പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് നേതാക്കന്മാർക്കുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രകടന പത്രിക തയ്യാറാക്കുന്ന കാര്യത്തിലാണ്. ഇതിനായി ഒരു പ്രത്യേക ഉപസമിതിക്ക് രൂപം നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ CPIഎമ്മിന്റെ മുതിർന്ന നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രകടന പത്രിക ഉപസമിതിക്കായിരിക്കും രൂപം നൽകുക. കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ പോലെ തന്നെ ഒരു ഭരണ തുടർച്ച, അതിനപ്പുറത്തേക്ക് മറ്റൊന്നും തന്നെ സംസ്ഥാന സർക്കാർ കാണുന്നില്ല, LDFും കാണുന്നില്ല. അതുകൊണ്ട് കൂടുതൽ ജനോപകാരപ്രദമായ പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ജനങ്ങളെ പാർട്ടിയിലേക്കും ഒപ്പം തന്നെ ഇടതുമുന്നണിയിലേക്കും അടുപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രകടന പത്രിക തയ്യാറാക്കുന്നതിനെ കുറിച്ചാണ് ഇടതുമുന്നണി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു വിപുലമായ തരത്തിലുള്ള ഒരു പ്രകടന പത്രിക തയ്യാറാക്കുമെന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. CPIഎമ്മിന്റെയും CPIയുടെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ തന്നെ ഇടതുമുന്നണി അംഗങ്ങളായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി അംഗങ്ങളുടെ ഒക്കെ തന്നെ നേതാക്കന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഉപസമിതിക്കായിരിക്കും രൂപം നൽകുക. മാർച്ച് ആദ്യവാരത്തോടുകൂടി തന്നെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പൂർത്തിയാക്കി
സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കും എന്നുള്ള വിവരങ്ങളാണ് CPIM-ലെ നേതാക്കന്മാർ നൽകുന്നത്. കാരണം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞിരുന്നു, ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയായി കഴിഞ്ഞാൽ CPIM-ന് സ്ഥാനാർത്ഥി നിർണയത്തിന് കൂടുതൽ സമയം ആവശ്യമില്ല, വളരെ വേഗത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയും. കാരണം മറ്റു രാഷ്ട്രീയ പാർട്ടികളെ പോലെ തന്നെ സ്ഥാനാർത്ഥികളുടെ പേരിൽ ഒരു ചർച്ച നടത്താനോ ആ ചർച്ചയിൽ ഒരു സമവായം ഉണ്ടാക്കാനോ ഉള്ള ആവശ്യമില്ല. പാർട്ടിയുടെ തീരുമാനം അനുസരിച്ചുള്ള ആളുകൾ തന്നെ മത്സര രംഗത്തേക്ക് ഉണ്ടായിരിക്കും. പക്ഷേ നിബന്ധനകൾ ഒന്നും തന്നെ ഇതുവരെയും പാർട്ടി പുറത്തുവിട്ടിട്ടില്ല. എങ്ങനെയായിരിക്കും സ്ഥാനാർത്ഥി നിർണയം, അതല്ലെങ്കിൽ നേരത്തെ 2 പ്രാവശ്യം പൂർത്തിയാക്കിയവർക്ക് മത്സരത്തിനുള്ള അനുമതി നൽകില്ല എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ തന്നെയും അതിലേതെങ്കിലും മാറ്റം വരുത്തുമോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ മാറ്റം എങ്ങനെയായിരിക്കും? മുതിർന്ന നേതാക്കന്മാർ മത്സരരംഗത്തുണ്ടാകുമോ? ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിച്ചേർന്നിട്ടില്ല. ഇന്നലെ ചേർന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും അത് വളരെ ഗൗരവമായി കണ്ടിട്ടില്ല. മറ്റു ചില സാങ്കേതികമായ കാര്യങ്ങളാണ് ഇന്നലെ ചർച്ച ചെയ്ത്, പ്രകടന പത്രിക ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അതിന്റെ ഉപസമിതി തീരുമാനിക്കുന്ന കാര്യങ്ങളുമാണ് ചർച്ച ചെയ്തിരുന്നത്. ഒരു പക്ഷേ ഇന്ന് ചേരുന്ന ഇടതുമുന്നണി യോഗത്തിന് ശേഷമായിരിക്കും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ CPIM-ന്റെ സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ചർച്ചയിലേക്ക് കടക്കുക. മുതിർന്ന നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ ഒരുപക്ഷെ ഇത്തവണ മത്സരരംഗത്തേക്ക് ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അത് ഒപ്പം ഭരണവിരുദ്ധ വികാരങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ചും ഒരു ചർച്ച അനിവാര്യമാണെന്നാണ് പാർട്ടി നേതാക്കന്മാർ പറയുന്നത്. തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അത്തരത്തിൽ ഭരണവിരുദ്ധ വികാരങ്ങൾ ഉയർന്നു വന്നത് പാർട്ടിക്ക് തിരിച്ചടിയായി എന്നുള്ള ഒരു കണ്ടെത്തൽ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇടതുമുന്നണി യോഗത്തിന് തൊട്ടു പിന്നാലെ ചേരുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലായിരിക്കും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടക്കുക. നിലവിൽ MLA-മാരായിട്ടുള്ള ഒട്ടുമിക്ക ആളുകളും മത്സരരംഗത്തുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ചും വിജയം എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും തന്നെ CPIM ആലോചിക്കുന്നില്ല. ജനങ്ങളുടെ ഒരു ഇടയിലെ സ്ഥാനാർത്ഥികളായി എത്തപ്പെടുന്നവർക്കുള്ള സാധ്യതകൾ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് എത്തുക. നിലവിൽ മന്ത്രിമാരും MLA-മാരും ഉൾപ്പെടെയുള്ളവർ ഒരു പക്ഷേ പകുതിയിലധികം പേരെങ്കിലും മത്സരരംഗത്തുണ്ടാകും എന്നുള്ള വിവരങ്ങളാണ് CPIM-ന്റെ ഭാഗത്തു നിന്നും പുറത്തേക്ക് വരുന്നത്. ഇന്നത്തെ ഇടതുമുന്നണി യോഗത്തിന് ശേഷം അതത് പാർട്ടികൾ അവരുടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടക്കും എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ശരി, ഇടതുമുന്നണി യോഗം ഇന്ന് ചേരുകയാണ്. സ്ഥാനാർത്ഥി നിർണയത്തിന് മുന്നോടിയായുള്ള ഉഭയകക്ഷി ചർച്ചയ്ക്ക് ഇന്ന് തുടക്കം കുറിക്കാൻ തന്നെയാണ് സാധ്യത. പ്രകടന പത്രിക തയ്യാറാക്കുന്ന ഉപസമിതിയും ഇന്ന് തീരുമാനിക്കാനുള്ള സാധ്യതയും നിലവിലുണ്ട്. കൂടാതെ തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗം ഒരു സീറ്റ് കൂടി അധികം ചോദിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുകയാണ്. ഡി ബിനോയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.